വിമതരുടെ പ്രസ്താവനകൾ തള്ളിയ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം മാർ ജോസഫ് പാംപ്ലാനിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് അതിരൂപത. വൈദികർക്കെതിരായ നടപടികൾ പിൻവലിച്ചതായി മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിട്ടില്ലെന്നും നേതൃത്വം. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, വിമതരുടെ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് അങ്കമാലി അതിരൂപത. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ വിമത വൈദികരും അൽമായ മുന്നേറ്റവും ചേർന്ന ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് എറണാകുളം ബസലിക്കയിൽ വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനവും മറ്റും നടത്തിയിരുന്നു. ഇതിനുശേഷം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ബാസ്കോ പുത്തൂർ സ്ഥാനമൊഴിയുന്ന ഒരു സാഹചര്യം വരികയും അങ്കമാലി അതിരൂപത മേജർ ബിഷപ്പിന്റെ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനി ചാർജ് എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഏകീകൃത കുർബാന രീതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുക ലക്ഷ്യമിട്ട് മാർ ജോസഫ് പാംപ്ലാനി അതിരൂപതയിലെ വൈദികരെയും ഒപ്പം തന്നെ അൽമായരെയും ഒറ്റയ്ക്കും ഗ്രൂപ്പുകളായും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വിമതർ ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ പുറത്തിറക്കുന്നതായി അതിരൂപതയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നും അതുമായി ബന്ധപ്പെട്ട് ധാരണയായി എന്നും ഒപ്പം തന്നെ വൈദികർക്കെതിരെ, അതായത് അതിരൂപതയ്ക്ക് സഭയ്ക്കെതിരെ സമരം ചെയ്തിരുന്ന വിമത വൈദികരെ നേരത്തെ പുറത്താക്കുന്ന നടപടിയെടുത്തതെല്ലാം പിൻവലിച്ചു എന്നും തരത്തിൽ ചില പ്രസ്താവനകൾ വിമതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജോഷി പുതുവ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഈ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് എന്നാണ് അതിരൂപത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വൈദികർക്കെതിരായ കാനോനിക നിയമപ്രകാരം വൈദികർക്കെതിരായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ ഒന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. നടപടികൾ നേരിട്ട വൈദികർ ഒരാഴ്ചക്കകം രേഖാമൂലം മറുപടി നൽകണം. ഇവരുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമേ നടപടി ഒഴിവാക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. ഒപ്പം തന്നെ ശിക്ഷാ നടപടികൾ നേരിട്ടിട്ടുള്ള വൈദികർ പള്ളികളിൽ കുർബാന അർപ്പിക്കുന്നതിനും ഒന്നും മുതിരരുത് എന്നും വ്യക്തമായി അതിരൂപത ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ ഇപ്പോൾ തുടരുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ ധാരണയായി എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ പുറത്തിറക്കരുത് എന്ന് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ബീന റാണി, കൊച്ചിയിൽ നിന്നും.